2020 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും മൂന്നാറിലൂടെ ഇഷ്ടം പോലെ യാത്രകൾ ചെയ്തിട്ടുണ്ട്, കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട്. പക്ഷെ അതിനുശേഷം 24-25 ഏകദേശം 2 വർഷത്തോളം നാട്ടിലില്ലാത്തത് കാരണം മൂന്നാറിലേക്ക് പിന്നീട് പോകാനേ കഴിഞ്ഞില്ല. എന്തായാലും ആ ഒരു എന്താ പറയുക, നഷ്ടബോധങ്ങൾ അതിങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് മൂന്നാറിലേക്കൊരു യാത്ര പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ആ ഒരു യാത്രയിലേക്ക് തയ്യാറെടുപ്പുകൾ കാര്യമായിട്ടൊന്നുമില്ലാതെ തന്നെ വണ്ടിയുമെടുത്ത് ഇറങ്ങുകയായിരുന്നു. സിമ്പിൾ. മൂന്നാറിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ വട്ടവടയാവട്ടെ, കാന്തല്ലൂരാവട്ടെ, മറയൂർ വഴിയുള്ള നമ്മുടെ ഉടുമൽപേട്ട് വഴിയുള്ള ആ യാത്രാപഥമാവട്ടെ, അങ്ങനെ ഒരുപാട് ഉൾഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനായി. ഇടുക്കിയുടെ കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആനയിറങ്ങൽ ഡാം വഴി, ഈ പറയുന്ന പൂപ്പാറ വഴി തേനിയിലേക്കും, തേനിയിൽ നിന്ന് മേഘമലയിലേക്കൊക്കെ പോകണമെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് ഒരിക്കലേക്ക് മാറ്റിവെച്ച് ഒരു 3 ദിവസം മൂന്നാറിൽ തന്നെ എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. കാറുമായിട്ടാണ് നമ്മുടെ ചുറ്റിക്കറക്കവും. അപ്പോൾ കുറേ സ്പോട്ടുകൾ, മാട്ടുപ്പെട്ടി ഡാമും അതേപോലെ കുണ്ടല ഡാമും അടക്കമുള്ള ഡാമുകൾ, അതേപോലെ അവിടെ നിന്ന് ആ റൂട്ടിലൂടെ തന്നെ മുന്നോട്ട് പോകാവുന്ന വട്ടവട, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ ഞങ്ങൾ കറങ്ങി. അവിടെ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ദിവസം രാത്രിയിൽ KSRTC ബസ്സുകളിൽ സ്റ്റേ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ. അപ്പോൾ ആ ഒരു ബസ് സ്റ്റേയിലേക്കാണ് ഇപ്പം നമ്മുടെ യാത്ര കേട്ടോ. രാത്രിയിൽ നല്ല രസകരമാണ് മൂന്നാറിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സിറ്റിയിൽ നമ്മൾ അല്പം വിട്ട് നിന്ന് സിറ്റിയെ നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാനാവുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകൾ കൂടി കണ്ട് നമ്മൾ ഈ ഒരു ബസ് സ്റ്റേഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പരിപാടി. ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് ഞങ്ങൾ ആ ബസ് സ്റ്റേ ഒക്കെ ഒന്ന് കണ്ടു. തൃപ്തികരം എന്ന് പറയാം. ആ സമയത്ത് നമുക്ക് തോന്നിയൊരു അഭിപ്രായം അത്രയൊക്കെയാണ്. ഓരോ വാഹനത്തിലും ഇതേപോലെ AC-യും ഫാനും, അതേപോലെ ജസ്റ്റ് ഒരു 3-4 പേർക്ക് ഇരുന്ന് സ്വറ പറഞ്ഞിരിക്കാവുന്ന ചെറിയൊരു ഏരിയയും, ഒരു വാഷ് ബേസിൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇവർ ഈ ഒരു എന്താ പറയുക, സ്റ്റേ ചെയ്യുന്ന ബസ്സിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. വളരെ അപൂർവം ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വല്ലപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. അത് അവരങ്ങനെ എന്താ പറയുക, വേണ്ടെന്ന് പറയുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ചെറിയ തരത്തിൽ എന്തെങ്കിലും ഇരുന്ന് ഒരു വെള്ളം കുടിക്കാനോ മറ്റൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനാവും. അതേപോലെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതും ഈ പറയുന്ന ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. നമ്മുടെ ടോയ്ലറ്റുകളും പറ്റുമൊക്കെ നമുക്ക് പുറത്താണുള്ളത് കേട്ടോ. അപ്പോൾ അത് വളരെ വിശാലമായൊരു 8-10ഓളം ടോയ്ലറ്റുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം. അപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് വന്നു, നമുക്ക് ഇതിനകത്ത് അക്കോമഡേഷൻ സെറ്റ് ആക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്നുള്ള ഐഡിയയിലാണ് നമ്മൾ അവിടെയുള്ള അതിൻ്റെ റിസപ്ഷൻ്റെ 1-2 ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു 5-6 പേരെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞത്. ആളില്ല, ആരും ഇല്ല കാര്യമായിട്ട്. നിങ്ങൾ 5-6 പേരെയും കൊണ്ട് വരൂ, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ 2 പേര് KSRTCയുടെ മുകളിൽ കയറിയിട്ട് എന്തായാലും കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് വെച്ച്, ഇതേപോലെ ഒരു 6ഓളം ബസ്സുകൾ ആ സമയത്ത് അവിടെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു ബസ് കിടക്കുന്നുണ്ട്. മൂന്നാർ സ്റ്റേഷൻ്റെ KSRTC ബസ് ഡിപ്പോയിൽ നമുക്ക് ഏറ്റവും മുന്നിൽ തന്നെ ഒരു പരിപാടികളൊക്കെ നടത്താം. മുകൾ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ വലിയൊരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് മുകളിൽ മഴ കൊള്ളാതൊക്കെ ഇരിക്കാൻ, വെയിൽ കൊള്ളാതൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു മേൽക്കൂരയും പണിത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് കയറി പോകുന്ന ഗവണിപ്പടികളാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത്. ഈ സൈഡിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് KSRTC ഇത്തരം പരിപാടികൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബസ്സിന്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. രാവിലെ എടുക്കുന്ന ബസ്സുകളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു KSRTC ബസ്സിന്റെ തൊട്ടപ്പുറത്ത് സ്റ്റേ ചെയ്യാവുന്ന ബസ്സുകൾ, വണ്ടികൾ കാണാനായിട്ടും പറ്റും. അപ്പോൾ തുരുമ്പിച്ച അത്ര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഒരു ആവറേജ് നിലവാരം, എന്താ പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്യൂലേ കേട്ടോ. അഴുക്കും ചളിയും മഴയും പിടിച്ചിട്ട് സാധാരണ ഒരു സഞ്ചാരിക്ക് വേണമെങ്കിൽ 220 റുപ്പീസാണ് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ 100 റുപ്പീസിന് ഈ ഒരു സ്റ്റേ സംവിധാനം നൽകിയിരുന്നു. ഇപ്പോൾ 220 ആണ് വാങ്ങിക്കുന്നത്. ഒരു ചെറിയ കമ്പിളിയും ഒരു ബെഡ്ഷീറ്റും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ
മൂട്ട ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ മുകളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ്, മൂന്നാറിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പം. മറ്റ് ബസ്സുകളൊക്കെ ഇവിടെയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇതേപോലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ മറ്റ് ബസ്സുകളാണ്. മറ്റ് സ്റ്റേ ചെയ്യാവുന്ന ബസ്സുകളൊക്കെ വരിയായിട്ട് കിടപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊരു 4ഓളം ബസ്സുകൾ അവിടെ നമുക്ക് കിടപ്പ് ഉള്ളതായിട്ട് കാണാം. ആ ബസ്സിൽ തന്നെയാണ് സ്ട്രോങ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഇതിലൂടെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഉള്ളിലുള്ള ബസ്സുകളിലാണ് ആദ്യം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞ രൂപത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ബൾബ് പോലും ഇല്ല. ഇനിയിപ്പോൾ ബസ്സിലേക്ക് കൂടുതൽ കയറിയിട്ട് ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ എത്ര പേർ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഒക്കെ നോക്കണം. സാധനങ്ങൾ വെക്കാനുള്ള സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ളത് നോക്കണം. ക്യാമറയും മറ്റുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് പരിപാടി. അപ്പോൾ അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ലീപ്പർ സ്റ്റേ റൂമിനുള്ളിൽ മിനറൽ വാട്ടർ ഒഴികെ മറ്റൊരു ഭക്ഷണപദാർത്ഥങ്ങളുള്ളതല്ല. അപ്പോൾ ഭക്ഷണമൊന്നും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുക വരിക എന്നുള്ളതാണ്. ടോയ്ലറ്റ് പുറത്താണ്. പവർ ഔട്ട്ലെറ്റുകളൊക്കെ ഇതേപോലെ ഉണ്ട്. അത് നമ്മൾ കിടക്കുന്നതിന് അടുത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ചാർജിലിട്ടുകൊണ്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ 16 പേർക്ക് എന്താ പറയുക, സിംഗിൾ ചെറിയ കുഞ്ഞു ബെഡുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇതേപോലുള്ള സ്റ്റേ ഒക്കെ.